നമുക്ക് പലരുടെയും സിറ്റുവേഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം നമുക്കൊരു നോ പറയാൻ എനിക്ക് ബാക്കപ്പ് ഉണ്ടെങ്കിലേ എനിക്കൊരു നോ പറയാനുള്ള ധൈര്യം പെട്ടെന്ന് വരുള്ളൂ. എനിക്ക് വേറൊരു ഒരു ഓപ്ഷനും ഇല്ലാത്തൊരു സമയത്ത് ഗതികേട് കൊണ്ട് പോകുന്നവർ ഒരു പെർസെൻറ്റേജ് ഉണ്ടാവില്ലേ? അവരെ കുറിച്ച് എന്താണ്? ഗതികേട് കൊണ്ടുപോകുന്നവർ ഒരു പെർസെൻറ്റേജ് ഉണ്ടാവും ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ മോള് പറഞ്ഞ സ്ഥിതിക്ക് ഒരു പെർസെൻറ്റേജ് ഉണ്ടാവാം. ഓക്കെ, ഇപ്പോൾ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അവർ പിന്നെ എന്തിനാ കംപ്ലൈൻറ്റ് ചെയ്യുന്നത്? അപ്പോൾ അവരുടെ സമ്മതത്തോടു കൂടിയല്ലേ അവരാ പോകുന്നത്. പിന്നെ എപ്പോഴാണ് കംപ്ലൈൻറ്റ് വരുന്നത്? കിട്ടാതാവും. അപ്പോൾ ഈ നമ്മൾ സ്ത്രീകളെ മാത്രം പറയുമ്പോൾ സ്ത്രീകളിൽ തന്നെ നല്ലതും മോശവുമായ ആളുകളുണ്ട്, പുരുഷന്മാരിലും നല്ലതും മോശമായ ആളുകളുണ്ട്. അപ്പോൾ എല്ലാ സ്ത്രീകളും നല്ലതും അല്ല, എല്ലാ സ്ത്രീകളും അല്ല പുരുഷന്മാരും നല്ലതും നമുക്ക് പറയാൻ പറ്റില്ല. പുരുഷന്മാരും ഇപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം കൂടെ പലരുടെയും പേര് തുറന്നു പുരുഷന്മാർ വന്നിട്ടുണ്ട്. അത്തരം മോശമായി ലൈംഗികമായിട്ടുള്ള ചൂഷണം നേരിട്ടു എന്ന് പറഞ്ഞ് പുരുഷന്മാർ തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുണ്ട്. അത്തരം പ്രതികരണങ്ങളോട് എങ്ങനെയാണ്, എന്താണ് തൊലി ഉരിഞ്ഞു പോകുന്നത് കേട്ടിട്ട്? എനിക്ക് അങ്ങനെ പ്രതികരിക്കാൻ പറ്റും. തൊലി ഉരിഞ്ഞു പോകുന്നത്. ഒരുപാട് പേരുകൾ പുറത്തു വന്നു. നമുക്കറിയാം, ചാനലിലൊക്കെ കാണുന്നതാണ്. നമ്മൾ പ്രത്യേകിച്ച് പെർട്ടിക്കുലർലി എടുത്തു പറയേണ്ട ആവശ്യമില്ല. എങ്കിൽ കൂടെ അവരുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവണം. ഇപ്പം എല്ലാവരും തെറ്റ് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ പുറത്ത് വന്ന കുറച്ച് പേരുകളുള്ള ആളുകളുമായിട്ട് മാം സിനിമകൾ ചെയ്തിട്ടുണ്ടാവണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഒരു സംഭവം വന്നു. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു സാധനം ട്രെൻഡിങ് ആണെന്ന് പറഞ്ഞിട്ട് അതിനെ തന്നെ ഇങ്ങനെ എന്താ പറയുക കൊന്ന് നിൽക്കരുത്. കാര്യം മനസ്സും വിഷമവും എല്ലാം വരുന്ന മനുഷ്യരാണ്. ഇപ്പോൾ ഒരാൾക്ക് വേണ്ടി ഒരാൾ വന്ന് ഇത് പറഞ്ഞു, മാക്സിമം ഒരു എന്താ പറയുക, ഇപ്പം ആരോ ആയിക്കോട്ടെ ഒരു നടനെ പറ്റി പറഞ്ഞു, ആ നടനെ എന്തുമാത്രമാണ് പൂഷിക്കുന്നത്, അയാൾക്കൊരു കുടുംബമുണ്ട്, അങ്ങനെയെങ്കിലും ഒരു ചിന്ത ഉണ്ട്. പോസ്റ്റേഴ്സ് ഉണ്ടാക്കുക, അയാളെ വെച്ചിട്ട് ട്രോളുകൾ ഉണ്ടാക്കുക, ഇതൊക്കെ കാണുന്ന അവരുടെ ബന്ധുക്കളുണ്ട്. നമ്മൾ ഒരു സൈഡ് മാത്രമേ നോക്കുന്നുള്ളൂ. ഫസ്റ്റ് അയാൾ കുറ്റക്കാരനാണെന്ന് കോടതി പറയട്ടെ, അതിനുശേഷം നിങ്ങൾ എന്ത് വേണേലും ചെയ്യും. അതുവരെ ഇത്രയും ക്രൂരമായ എന്താ പറയുക ഒരു ഇങ്ങനെയൊന്നും ചെയ്യരുത്, അത്രേ ഉള്ളൂ. ഇങ്ങനെയൊന്നും ചെയ്യരുത്, ഭയങ്കര മോശമാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ന്യൂസിൽ കണ്ടു പവർ ഗ്രൂപ്പ്, മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളൊരു സംസാരം വന്നിട്ടുണ്ട്. അങ്ങനെയുള്ളതായിട്ട് മാമിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? പലരും പല പേരുകൾ പറയുന്നുണ്ട്. ഊഹം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ആ പ്രത്യേക ആളുടെ പേരെടുത്ത് നമ്മൾ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന പല ആളുകളുടെയും പേര് ഇപ്പം കഴിഞ്ഞ ദിവസം കൂടെ പുറത്ത് വന്നിട്ടുണ്ട്. അത് അവർ പറയുന്ന കാര്യമാണ്, അവർക്ക് നേരിട്ട അനുഭവങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളോ ആണ് അവർ പറയുന്നത്. കോടതി പറയുന്നിടം വരെ നമുക്ക് ആ ബഹുമാനം പോകേണ്ട ആവശ്യമില്ല. ആ നടന്റെ മേലെയുള്ള ഫസ്റ്റ് പറയട്ടെ, കോടതി പറയട്ടെ, ഇന്ന ആൾ കുറ്റക്കാരനാണ്, ഇന്ന ആൾ ശരിക്കും ആ സ്ത്രീയെ ഉപദ്രവിച്ചു, മോശമാണ്, പറയട്ടെ. പറഞ്ഞതിന് ശേഷം നമുക്ക് ആ ബഹുമാനം കളഞ്ഞേക്കാം. അതുവരെ നമ്മളെന്തിനാ ബഹുമാനം കളയുന്നത്? മാമിന് അങ്ങനെ എന്തെങ്കിലും ഒരു പവർ സിനിമേൻ്റെ അകത്തുനിന്ന് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒരു പവർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് മാമിന്റെ ക്യാരക്ടറിനോ അല്ലെങ്കിൽ സിനിമയിലെ അവസരങ്ങൾ നഷ്ടപ്പെട്ടതായിട്ടോ അങ്ങനെ എന്തെങ്കിലും? ചില ആക്ടേഴ്സും അല്ലെങ്കിൽ ചില ഡയറക്ടേഴ്സും ആ കുട്ടി ആവശ്യമില്ല, അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കും. ചിലർ എൻ്റെ അവസരം നിഷേധിച്ചു. അവസരം നിഷേധിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ഇപ്പോൾ ഒരു സംഘടന എടുത്ത് പോയി പറഞ്ഞ സംഘടനയ്ക്ക് പോയി പറയാൻ പറ്റുമോ? ഒരു ഡയറക്ടറോടോ പ്രൊഡ്യൂസറോ പറയാം നിങ്ങൾ ആ കുട്ടി സിനിമയിൽ അഭിനയിപ്പിച്ച് തന്നെ ആകണമെന്ന് പറയാൻ പറ്റില്ല. കാര്യം എന്താ പറയുക, ഫസ്റ്റ് ഓഫ് ഓൾ കാശ് മുടക്കുന്ന പ്രൊഡ്യൂസറുടെയും ആ സിനിമ എന്താ പറയുക സംവിധാനം ചെയ്യുന്ന സംവിധായകൻ്റെതുമാണ് അൾട്ടിമേറ്റ്ലി ആ സിനിമയെന്ന് പറയുന്നത്. അവരുടെ തീരുമാനമാണ് ആരെ വെക്കണം ആരെ വെക്കേണ്ട എന്നുള്ളത്. അവർക്ക് നമ്മളെ വെക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് വെക്കില്ല. അതിനിപ്പോൾ എന്തെങ്കിലും പരാതിരിക്കാൻ പറ്റുമോ? ഇത് ഗവൺമെൻറ് ജോലിയൊന്നുമല്ല. ആ ക്യാരക്ടറിന് ആപ്റ്റായ ആളുകളെയാണ് അവർ അതിലേക്ക് വെക്കുന്നത്. ഓക്കെ, ഇപ്പം ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് സംഘടനയിലുള്ള ഒരുപാട് ആളുകളുടെ പേര് വന്ന സമയത്ത് അമ്മയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂട്ടമായി രാജിവെച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ട് രീതിയിൽ നോക്കിക്കാണുന്ന ആളുകളുണ്ട്. മാമിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എങ്ങനെയാണ്? എനിക്ക് താല്പര്യം തോന്നിയില്ല. കാര്യം അവർക്കറിയാലോ അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടില്ലെന്ന് അവർക്ക് വ്യക്തമായി നല്ല ധാരണയുണ്ട്. ആ സ്ഥിതിക്ക് ഇത് തെളിയിച്ചതിന് ശേഷം ഇറങ്ങിപ്പോയാൽ മതിയായിരുന്നു. പിന്നെ എന്തുമാത്രമാണ് ഈ നിങ്ങൾ മീഡിയാസ് എന്തുമാത്രമാണ് ആളുകളെ മോശമായി പറയുന്നത്. ഇരിക്കാൻ തോന്നും ആ സീറ്റിൽ. പിന്നെ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് വല്ലാണ്ടില്ലേ മാം? ഇപ്പൊ ആളുകൾക്കൊരു രസമാണ് ഇത് വായിക്കുന്നതും. കണ്ടില്ലേ, അടുത്ത ആളിനെ കിട്ടി. ഇത് പുതിയ ആൾ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആളുകളുണ്ട്. അത് ആളുകൾക്ക് രസമാണ് കുറച്ച്. അതായത് അമ്മയ്ക്ക് പ്രാണവേദന, എന്താ പറയുക, മകൾക്ക് വീണവായന, അതാണ് ഇവിടെ നടക്കുന്നത്. വളരെ വിഷമം അനുഭവിക്കുന്ന ആളുകളുണ്ട് ഇതിനകത്ത്. നമ്മൾ ആരാധിച്ചിരുന്ന ആളുകളാണ്.
അവരെയൊക്കെ പറയുമ്പോഴത്തേക്കും ലിമിറ്റ് വിട്ട് പറയരുത്. മാം ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് ഈ ഇത്തരം ചൂഷണങ്ങൾ മാത്രമല്ല പല സ്റ്റാർട്ടിങ് ഏജിൽ നേരിട്ടിട്ടുണ്ടാവും. അപ്പം ഇനി ഈ ഒരു ഫിലിം ഫീൽഡിലേക്ക് വരുന്ന കുട്ടികളെടുത്ത് എന്താണ് പറയാനുള്ളത് ഇങ്ങനെ നേരിടുവാണെങ്കിൽ? ഞാനൊന്നും നേരിട്ടിട്ടില്ല മോളെ. ഈ ഒരു കഥ തട്ടുന്ന ഒരു പ്രശ്നം അല്ലാണ്ട് വേറെ ഒന്നും നേരിട്ടില്ല. ആരും ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ വിശാൽ പറഞ്ഞു ചില ഉപ്പുമാ കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ പറയുക ചെറിയ എന്താ പറയുക തട്ടിക്കൂട്ട് കമ്പനി, അപ്പം അതുപോലെയുള്ള ആളുകൾ ചിലപ്പോൾ ചോദിച്ചേക്കാമെന്ന് വിശാൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെയുള്ള കമ്പനികൾ, പക്ഷെ ഞാൻ തട്ടിക്കൂട്ടിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതൊന്നും ആരും ചോദിക്കാനൊന്നും വന്നിട്ടില്ല. ഓക്കെ, അപ്പം എന്തായാലും ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് പിന്നാലെ, കാരണം എല്ലാവരും ആരോപണങ്ങളും ഓരോ വ്യക്തിയെയും ക്രൂശിക്കുന്ന സമയത്ത് മാം അതിലൊരു നല്ല കാര്യമാണ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ പേരിൽ മാമിന് ഒരുപാട് സൈബർ അറ്റാക്കും നേരിട്ടിട്ടുണ്ടാവും. പക്ഷേ 80% നമ്മൾ അനുകൂലിക്കുന്ന ആളുകളാണ്. ഒരു കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനം എല്ലാവർക്കും ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു പക്ഷം ഇരയുടെ കൂടെ നിൽക്കും, ഒരു സൈഡിലുള്ള ആളുകൾ വേട്ടക്കാരനെന്ന് പറഞ്ഞ പദം ഇനി പറയണ്ട. കാര്യം വിധി വരുന്നത് വരെ അവർ വേട്ടക്കാരനോ ഒന്നുമല്ല. ഓക്കെ, ഈ മോശം കമന്റുകൾ മാമിനെ ബാധിക്കാറുണ്ടോ? വിഷമം തോന്നുന്നുണ്ട്. കാര്യം നമ്മളൊരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിൽക്കുന്ന ആളാണ്, നമ്മൾ 10 പേർക്ക് നല്ലത് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളാണ്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നമ്മൾ പേഴ്സണലി ഒരു പരിചയമില്ലാത്ത ആളുകൾ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ പറഞ്ഞ 200-ൽ 5 കമൻറ്റാണ് ഞാൻ പറയുന്നത്. ആ 5 കമൻറ്റ് അവർക്കൊരു എന്താ പറയുക, ഒരു സാഡിസ്റ്റിക് പ്ലഷർ അവർക്ക് കിട്ടുന്നുണ്ടാവാം. പക്ഷെ അവരുടെ സംസ്കാരമാണ് അവർ കാണിക്കുന്നത്. അവരുടെ കുടുംബങ്ങളെല്ലാം ഫേസ്ബുക്കിലൊക്കെ ഉണ്ടല്ലോ അവർ കാണുന്നത്. ഓക്കെ, ഇപ്പം കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മലയാള സിനിമയിലാണ് ഇത്തരം ഒരു കമ്മിറ്റി വരുന്നത്, അപ്പോൾ അത് ഭാവിയിൽ അതൊരു ചരിത്രമായി. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു വെസ്റ്റ് ബംഗാളിൽ ഇത്തരം ഒരു കമ്മിറ്റി രൂപീകരിക്കാനോ അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും ഒരു പെർട്ടിക്കുലർ സംഭവത്തിൽ നിന്നാണ് ഇത്തരം ഒരു കമ്മിറ്റി രൂപപ്പെടുന്നത്. അവരുടെ ഒരു ഫൈറ്റിൻ്റെ ജയമല്ലേ ഇത്? ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ സംഭവത്തിനെ ബേസ് ചെയ്തിട്ടുണ്ടായതാണ്. അപ്പം അവരുടെ ഒരു വിക്ടറി തന്നെയല്ലേ ഈ ഇപ്പം നടക്കുന്ന എല്ലാ ഒരു റെവല്യൂഷൻ ആണെങ്കിൽ പോലും. തമിഴിൽ നോക്കിക്കഴിഞ്ഞാൽ തമിഴിൽ അങ്ങനെ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ഇപ്പോൾ ചിന്മയി, അപ്പം അവർ മീറ്റുവിൻ്റെ സമയത്ത് അതിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു വ്യക്തി അവരെ ഉപദ്രവിച്ചു. അതല്ലാണ്ട് തമിഴിലങ്ങനെ ഒരു പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. മാം ഇപ്പം ഫിലിം ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു ആക്ടിങ് അല്ലാതെ പൊതുപ്രവർത്തനത്തിലും ക്രിക്കറ്റ് അങ്ങനെ ഒരുപാട് കാര്യത്തിൽ ഇടപെടുന്ന ഒരാളാണ്. അതിൻ്റെ ചില പൊളിറ്റിക്കൽ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണ്. എനിക്ക് സമാജ്വാദ് പാർട്ടിയുടെ നാഷണൽ കൾച്ചറൽ വിങ്ങിൻ്റെ സെക്രട്ടറിയാണ്. അപ്പം ഈ ഒരു പ്രശ്നങ്ങൾ അതിനെയും ബാധിക്കുന്നില്ലേ? ഇത്തരം പ്രശ്നങ്ങൾ മാം അതിൻ്റെ ഒരു തലപ്പത്തിരിക്കുന്ന സമയത്ത്, അതിൻ്റെ ഒരു ആളായിട്ടിരിക്കുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ ആ ഒരു മേഖലയിൽ ബാധിക്കുന്നില്ലേ? ഇല്ല, അവർ വളരെ കുറച്ച് പേരല്ലേ, സ്ത്രീകൾ അധികം ഇതിനകത്ത് ഇല്ലല്ലോ, മൈനോറിറ്റിയാണ്. പക്ഷെ അവർ എന്താ പറയുക, പൊതുപ്രവർത്തനമാണ്, ആളുകളെ സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ ഉപദ്രവിക്കില്ലല്ലോ.